കോൺഗ്രസിലെ ഐക്യ പ്രദർശനം മുകൾ തട്ടിൽ മാത്രമായി ഒതുങ്ങുമോ, അത് താഴെ തട്ടിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. 3 മണിക്ക് KPCCയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ VM സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ പങ്കെടുത്തു. ഏകദേശം 40 മിനിറ്റോളം നീണ്ടുനിന്ന വാർത്താ സമ്മേളനത്തിലൂടെ ഐക്യം അണികൾക്കിടയിലേക്ക് ഇറങ്ങിയോ എന്നതാണ് അന്വേഷണം. അത് ഒരു നല്ല തുടക്കമായിട്ടാണ് എല്ലാവരും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ ഇവിടെ പലപ്പോഴും ആശങ്കപ്പെടുന്നത് പോലെ മുകൾ തട്ടിൽ നേതാക്കന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് എത്രമാത്രം ശ്രമിച്ചാലും താഴെത്തട്ടിലേക്ക് അത് ആ രൂപത്തിലാക്കിയെടുക്കാൻ എന്തുമാത്രം കഴിയും എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്തായാലും ഒരു കാര്യം ഞങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കുന്നു. ഇന്നലെ ശ്രീമതി സോണിയാഗാന്ധി വളരെ കർശനമായി നേതാക്കന്മാരോട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി യോജിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള സന്ദേശം നൽകണമെന്നും അതിൽ ആരും തന്നെ അക്കാര്യത്തിൽ വിഘടിച്ച് നിൽക്കരുതെന്നും അങ്ങനെ വിഘടിച്ച് നിൽക്കുന്നവരുടെ പേരിൽ കർശനമായ നിരീക്ഷണം ഉണ്ടാകുമെന്നുള്ള ഒരു സന്ദേശം ശ്രീമതി സോണിയാഗാന്ധി നൽകിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു റിയാക്ഷൻ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇവിടെ പറയാറുള്ളത് പോലെ ഇനിയുള്ള ദിവസങ്ങളാണ് അത് തെളിയിക്കേണ്ടത്. കുറവ് കൊണ്ടാണ് എന്നുള്ളൊരു നിഗമനം അവരെത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ അത് ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരുപക്ഷെ ആ പരാജയം ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ നിരീക്ഷണത്തിൽ ആ പരാജയം നന്നായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ അനുഭവ പാഠം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് യോജിച്ച് മുന്നോട്ട് നീങ്ങാൻ ഒരു ഗുണകരമാകും എന്നുള്ള സന്ദേശം നൽകുന്നുണ്ട്. ഇവിടെ വിയോജിപ്പാണോ ഭിന്നിപ്പാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് ഒരു ഗ്രൂപ്പ് തർക്കങ്ങളുണ്ട്, ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ ആശയക്കുഴപ്പങ്ങളുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ ഗ്രൂപ്പുകൾ തമ്മിൽ ഭയങ്കരമായ കടുപിടുത്തം പിടിച്ച് അത് പ്രാദേശിക തലത്തിലാണ് ഏറ്റവും കൂടുതലായി വരുന്നത്. ഞാൻ ഒരു സംശയം ചോദിച്ചോളട്ടെ, ഇത് ശ്രീമതി സോണിയാഗാന്ധി പറഞ്ഞു എന്നുള്ളതാണ് JDU അറിഞ്ഞിട്ടുള്ളത്? അതെ, അതെയാണ് അറിഞ്ഞിട്ടുള്ളത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല എടുത്തു പറയുന്നുണ്ടായിരുന്നു സോണിയാഗാന്ധി പറഞ്ഞതല്ല എന്ന്. അല്ല, ഇന്ന് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 പേരും കൂടെ ഒരുമിച്ച് പത്രസമ്മേളനം നടത്തണമെന്ന് മിസസ് സോണിയാഗാന്ധി നിർദ്ദേശിച്ചതായിട്ട്. കാരണം ഘടകകക്ഷികൾ ഇന്നലെ മിസസ് സോണിയാഗാന്ധിയെ കണ്ടതിന് ശേഷം അവരുടെ ഒരു നിർദ്ദേശമായിട്ടാണ് ഇന്ന് പത്രങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ശ്രീ രാജീവ് പറഞ്ഞ പോലെ ഒരുമിച്ചിരുന്ന് ചില തീരുമാനങ്ങൾ അറിയിക്കുന്ന നല്ല കാര്യമാണ്. പക്ഷേ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഈ ഉത്കണ്ഠ ഈ പറയുന്ന കാര്യങ്ങൾ അവർ നടപ്പാക്കണമെന്നുള്ളതാണ്. ഇതുപോലെ മുൻപും പലതവണ ഒരുമിച്ച് നീങ്ങുമെന്നും ഘടകകക്ഷികളെ മാനിക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ അനുഭവം നേരെ തിരിച്ചാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ 7 വർഷമായി ഞങ്ങൾ UDFൻ്റെ മുന്നണി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ചോദിച്ചത്. UDFൻ്റെ സംഘടനാ സംവിധാനത്തിലൊരു പങ്കാളിത്തം. 140 നിയോജകമണ്ഡലമുണ്ട്. അവിടെ ചെയർമാനുണ്ട്, കൺവീനറുണ്ട്. 280 സ്ഥാനമുണ്ട്. ഒരു സ്ഥാനം ഏതെങ്കിലും നിയോജകമണ്ഡലം തരണ്ടേ? 14 ജില്ലകളുണ്ട്. കൺവീനർ സ്ഥാനം ഒരു കൺവീനർ സ്ഥാനം തരത്തില്ല. ഡോക്ടർ വർഗീസ് ജോർജ്, ഇത് വളരെ ഗൗരവമായാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിലും കോൺഗ്രസ് ഗൗരവമായിട്ടല്ല ഇതിനെ കാണുന്നതെന്ന് നിങ്ങൾ പരാതിപ്പെടുമ്പോഴും ഒരുപക്ഷെ അവരുടെ അതിഗൗരവമായ ഒരു നിരീക്ഷണം കൊണ്ടായിരിക്കില്ലേ നിങ്ങളെ അവർ ഇപ്പോഴും ഈ രീതിയിൽ കാണാത്തത്? നിങ്ങൾ എന്നായാലും ഇതെല്ലാം കൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്, സ്വാഭാവികമായി നിങ്ങൾ ഇടത്തേക്ക് പോകേണ്ടവരാണ് എന്ന് മനസ്സിലാക്കിയ അവർ നിങ്ങൾക്ക് ഇതൊന്നും തരണ്ട എന്ന് ഗൗരവമായി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കത്തെഴുതിയ രമേശ് ചെന്നിത്തല പറഞ്ഞു, ഞാനങ്ങനെ കത്തെഴുതിയിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിനാണ് കത്തെഴുതിയത്. ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ കാര്യങ്ങൾ പറയേണ്ടതായ വ്യക്തി ശ്രീ മുകുൾ വാസ്നിക്കാണ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയാണ്. മുകുൾ വാസ്നിക് പറഞ്ഞു അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല. ഈ കത്ത് വന്നിരിക്കുന്നത്, പബ്ലിഷ് ചെയ്യപ്പെട്ടത് ഒരു ഇംഗ്ലീഷ് പത്രത്തിലാണ്. അത് കഴിഞ്ഞ് നിങ്ങളാണ് ആ കത്തെടുത്ത് കേരളത്തിൽ വലിയ ചർച്ച 2-3 ദിവസമാക്കിയത്. ഞങ്ങളുടെ നേതാക്കന്മാർ ഒന്നിച്ചു പറഞ്ഞല്ലോ അങ്ങനെ കത്തില്ല, അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. പത്രത്തിലാണെങ്കിൽ വളരെ എളുപ്പം തന്നെ ഒരു മുഖവും നോക്കാതെ നടപടി എടുക്കാമല്ലോ ആ പത്രത്തിനെതിരായി. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണല്ലോ നിങ്ങൾ വളരെ സ്നേഹിക്കുന്നത്. അത് വേണ്ടല്ലോ, മറ്റുള്ളവരെ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം അവരിൽ നിന്ന് സത്യം എടുക്കാൻ സാധിക്കുമല്ലോ. അതെന്തുകൊണ്ട് തെളിയിക്കാൻ ശ്രമിക്കുന്നില്ല? ഞങ്ങൾക്ക് അങ്ങനെ ഈ കത്തിൻ്റെ പിറകെ പോകേണ്ടതായ ഒരു കാര്യം കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇല്ലലാൽ. ഞങ്ങൾ എഴുതിയ കത്തല്ല, ഞങ്ങളുടെ പാർട്ടി നേതൃത്വം അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി അഭിപ്രായ പ്രകടനം നടത്തി. കത്ത് എഴുതിയിട്ടില്ല എന്ന് ആരോപിക്കപ്പെടുന്നതായ രമേശ് ചെന്നിത്തലയും പറഞ്ഞു.
പിന്നെ കത്തിനെ കുറിച്ച് ചർച്ച വേണ്ട. ശരി, കത്തിന്റെ പക്ഷെ content-നെ കത്ത് കുറിച്ച് ചർച്ച ആരെഴുതിയെന്ന് വേണ്ട. വേണ്ട.